അപ്പോഴേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്കേ ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. എരിയിരുത്തവരെ. പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ, അവനെ. അയ്യോ, അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി കൊല്ലുവടാ, നിന്നെ ഞങ്ങളിന്ന് കൊല്ലും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമുള്ള ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ 500 അറിയുമായിരുന്നില്ലേ, ബാലാമേട്ടൻ അറിയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മ തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മ കരഞ്ഞത് 500 മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് 500 അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണ അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടിയല്ല, വാ. മായൻകുട്ടി, പാത്രം ഒച്ചെടുക്കില്ലെന്ന്. എന്താ ഈ നേരത്തെ? ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര. എന്താ തിരിച്ചു വേണ്ടേ? ബലരാമ നോക്കടാ. വേണ്ട ബലമേട്ട, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റൂല. ഇങ്ങോട്ട് മാറി, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി, ഞാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്തു വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. നെക്സ്റ്റ്. സോറി, അല്പം ലേറ്റായി പോയി. ഇത് അവരല്ല, അടുത്തു വാ. ഓക്കെ, എല്ലാം ഓക്കെയാണ്. കണ്ട, കലം തലയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോടാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒച്ച വെക്കില്ലേന്ന്. ഓടിക്കടാ, മാത്രമായിട്ട് ഓടിക്കോ. ബഹളം ഉണ്ടാക്കല്ലേ, ഞാനാണ് വീരഭദ്രൻ, ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. രാമോദ്ര, അയ്യോ രാമോദ്ര, നിങ്ങൾ കിടക്കായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കൽ ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് വേണമെങ്കിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ നടക്കി വെക്കില്ലേ? ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേഗോട്ടെ. മുണ്ട് മുണ്ട് പിടിക്കേണ്ടി പോണേ. ഇത് ആവശ്യം വന്നാൽ ഇനിയും തലയിൽ വെക്കാലോ. ഒന്നുമില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടാ, നിന്നെ കണ്ടു എന്റെ കാലക്കേട്. ഡോക്ടറെ, ഹലോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ വീര? വന്നേ, പറയാം. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയ്യോ ഡോക്ടർ പേടിക്കണ്ട, ധൈര്യം തരാനല്ലേ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം ധൈര്യം ആകാമല്ലോ അല്ലേ? എന്ത് സ്മോള്? അയ്യോ വേണ്ട, ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട്. അല്പം സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ ഭൂമിയെത്തി ഇങ്ങോട്ട് വിടാം, ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. വേണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോവും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. നീ ഇതെവിടെ പോയിരുന്നു? ഒന്നുമില്ല, വെറുതെ. എന്താ? ഒരു പ്രശ്നമുണ്ട്. അയ്യോ, ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ? നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം, പേടിച്ചിട്ടാണ്. വയറിന് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അയ്യേ, ഈ സമയത്താണ് ഇവർ വൃത്തികളൊക്കെ പോകുന്നത്. ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയിടാവുന്നത്. ചേട്ടൻ അയാൾക്ക് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിനക്കൊക്കെ ചെയ്തോടെ? ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്, അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന്. ചേട്ടൻ ആ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റിയേ. പിന്നെ പയ്യൻ വേണ്ടാന്നേ പറയും, പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം. ചെല്ല്. ഇത് വലിയ കഷ്ടമായിട്ട്. നീ വന്നേ. അയ്യോ ഇപ്പൊ വേണ്ട, അതൊക്കെ ഇപ്പൊ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതൽ ടെൻഷൻ ആവും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഒന്നുമില്ല, വാ. വേറെ ആര് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊള്ളാം. പേടിക്കാതെ വന്നേ. അയ്യോ ചേട്ടാ വേണ്ട, ഇവിടെ നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. അതിനിപ്പോ എന്താ? ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണോ? അവരൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ, എല്ലാരും ഒന്ന് പുറത്തേക്ക് ഒന്നിറങ്ങി. പെട്ടെന്ന് ഇറങ്ങി. ഇതിനകത്തേക്ക് കയറിക്കൂ. വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാ. ഞാൻ പുറത്തു തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ? അത് കയറി. എന്താ കാര്യം? എന്താ ഇവിടെ കളിക്കാതെ അങ്ങനെയല്ലേ?
നീ അവനെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകളിടുന്ന് ബഹളം ഉണ്ടാക്കണം. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ. ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതിവിടെ പോയി. നല്ല കണ്ണി കണ്ണാടി കൊള്ളാല്ലേ? നീ ഇപ്പൊ ആളെ നോക്ക്. ചേട്ടാ പോലെ പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ. പിന്നിൽ നീന്റെ പിന്നിൽ കുട്ടപ്പന എന്തേ താഴെല്ലാം പോയിട്ടാ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ചെറുക്കനെ വിട്ട ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഒരു വയറ് നല്ല സുഖമില്ല. ഇത് വെച്ച് മുഖം മറക്കേ. വാ വാ. ചേട്ടാ, അവൻ ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിട്ട് വരാതിരിക്കൂ. ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ടു നടക്കുമ്പോ പുറത്ത് വെട്ടു നടക്കും. മുഹൂർത്തായി, മുഹൂർത്തായി. വേണം നോക്കട്ടെ. സർവമംഗളമാംഗല്യേ സർവാർത്ഥദാതകേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്കേ, താലി വാങ്ങിക്കേ. അവനെ പിടിക്കണ്ട, 500 പിടിക്കട്ടെ. എന്നിട്ട് അയാളെ മക്കളും തമ്മിൽ തല്ലി ചാകട്ടെ. നമ്മളിത് ഇടപെടണ്ട. നീരാവട്ടെ, നീരാ. നിങ്ങളുടെ അവിടുത്തെ അഞ്ഞൂറാനാണ്. നിങ്ങളുടെ മകൻ വന്ന് കണ്ടില്ലേ താലി കെട്ടാൻ? കൊല്ലടോ അവനെ, കൊല്ല. വേണ്ട, ആരും വേണ്ട. ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവര് നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം, അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്ത് താലി കെട്ടാനോ അല്ല.
മാലു എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടറ അവിടെ എടുത്ത താലി. അവിടെ എടുത്ത താലി കെട്ടാൻ. ഇല്ല, അച്ഛൻ പറയാണ്ട് ഞാൻ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു. ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. 500 മോനെ കെട്ടാ നീ. അങ്ങോട്ട് മാറേ, മേളം തുടങ്ങിക്കേ, തുടങ്ങേ. നിർത്തരുന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ, കെട്ടാനാ പറഞ്ഞത്. ആ നീ കെട്ടോ, താലി കെട്ടിപ്പറിച്ചു. ഇവിടെ കൊണ്ടുവരാ താലി. വിടില്ല, കൊണ്ടേ കൊടുക്കും. നീ വന്നുണ്ടോ? എന്നെ പിടിച്ചിരിക്കുന്ന എങ്ങനെയില്ലെന്ന് ഞാൻ തരില്ല. എന്നെ ഒന്നാലും ഞാൻ തരില്ല. നീ എവിടേക്കാ പോ? തരില്ല. ശരിയാ പോണേ. ഇവന്റെ കാര്യം ഞാനേറ്റ്. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം. നന്മ. അച്ഛാ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എങ്ങും പോണ്ട. അച്ഛന്റെ കാല് വീഴ്. അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ. വാ അച്ഛാ, ഞങ്ങൾക്ക് കൂടി മാപ്പ് തന്നേക്ക്. മലയാളി വീടെത്തി. കേറി വാടാ മക്കളെ, കേറി വാ.